ഇവിടെ സ്വന്തം നിർദ്ദേശപ്രകാരം ADGP അജിത് കുമാർ RSS നേതാക്കളെ കാണുകയും വ്യക്തമായി സമയം, സ്ഥലം എന്നീ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിപക്ഷം നിഷേധിക്കാൻ കഴിയാത്ത രീതിയിൽ കഴിഞ്ഞ സംഭവങ്ങൾ വളരെ സവിസ്തരം പ്രതിപാദിക്കുകയും ഈ അഡീഷണൽ DGP തന്നെ ആ കൂടിക്കാഴ്ച സമ്മതിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ചില ഉണ്ടയില്ലാത്ത വെടികളാണ് ഇന്ന് പിണറായി വിജയൻ പഴയകാലം എന്നുള്ള വ്യാജേന അവതരിപ്പിച്ചത്. ഇന്നത്തെ 1.25 മണിക്കൂർ നീണ്ടു നിന്ന പത്രസമ്മേളനത്തിൽ വിവാദ വിഷയങ്ങളിലൊന്നും പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ഇവിടെ CPI ഉന്നയിച്ച ആക്ഷേപങ്ങൾക്ക് വരെ അദ്ദേഹത്തിൻ്റെ മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. CPIക്കാർ തന്നെ സൂചിപ്പിച്ചപ്പോൾ ഇന്നലെ പ്രകാശ് ബാബുവും പറഞ്ഞത് ഇടതുപക്ഷ ആശയത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ നേതാക്കന്മാരുമായി ഇടതുപക്ഷ മുന്നണി സർക്കാരിലെ ഒരു ഉദ്യോഗസ്ഥൻ എന്തിനു കൂടിക്കാഴ്ച നടത്തി? വ്യക്തിപരമാണെങ്കിൽ പോലും നേരത്തെ വകുപ്പിൻ്റെ പെർമിഷൻ എടുത്തിട്ടുണ്ടോ? ഇതേ ചോദ്യമാണ് ഞങ്ങളും ചോദിച്ചത്. പക്ഷേ ADGP എന്തിനാണ് RSS നേതാക്കളെ കണ്ടതെന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ട് പോലും മുഖ്യമന്ത്രി ഒന്നും ചോദിക്കാതിരുന്നതിൻ്റെ അർത്ഥം മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് ADGP RSS നേതാക്കളെ കണ്ടത് എന്നുള്ള കാര്യം ഇന്ന് പകൽ പോലെ വ്യക്തമായി. മാത്രമല്ല, വിജിലൻസ് അന്വേഷണം നേരിടുന്ന ഒരു ഉദ്യോഗസ്ഥനെ ലോ ആൻഡ് ഓർഡറിൽ തന്നെ നിലനിർത്തുന്നതിൻ്റെ വൈരുദ്ധ്യവും പ്രതിപാദിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല. അതിന് പകരം ജയറാം പടിക്കൽ പണ്ടെന്നോ ആരെയൊക്കെ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ ആ വർഷം എന്നാണ്, എന്തിനു വേണ്ടി അയച്ചു എന്നുള്ളതിനെക്കുറിച്ചും വ്യക്തമാക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ സ്വന്തം കുറ്റം മറ്റുള്ളവരിൽ ചാർത്തി ഇതിനെ ലഘൂകരിക്കാനാണ് ശ്രമിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, പൂരം കലക്കിയ റിപ്പോർട്ട് 24-ാം തീയതിക്കകം തരണമെന്ന് പറഞ്ഞു. ആരുടെ റിപ്പോർട്ട്? ഈ റിപ്പോർട്ട് DGPനെ മുഖ്യമന്ത്രി ഏൽപ്പിച്ചുവെങ്കിൽ DGP അത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം, അത് മുഖ്യമന്ത്രി അംഗീകരിക്കുന്നില്ലേ നമുക്ക് മനസ്സിലായി, ADGPനെ ഏൽപ്പിക്കുക. പൂരം കലക്കിയതിൻ്റെ മുഖ്യ കാർമ്മികനെന്ന് ഞങ്ങൾ ആരോപിക്കുന്ന, ഞങ്ങളും CPIക്കാരും ആരോപിക്കുന്ന അജിത് കുമാറിൻ്റെ റിപ്പോർട്ടാണെങ്കിൽ അത് 24-ാം തീയതി വരെ ഞങ്ങൾക്ക് കാത്തിരിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ വ്യക്തമായിട്ട് പറയുന്നു, ജുഡീഷ്യൽ അന്വേഷണം വേണം. അതോടൊപ്പം തന്നെ ഈ അഡീഷണൽ DGPയെ ലോ ആൻഡ് ഓർഡർ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടുള്ള അന്വേഷണമല്ലാതെ ഈ വിജിലൻസ് അന്വേഷണം പോലും പ്രഹസനാവുന്നതാണ് ഞങ്ങളുടെ അനുമാനം. മാത്രമല്ല, ഇങ്ങനെ ദിവസങ്ങൾ നീളുന്നത് തെളിവുകൾ തേച്ചു മാച്ച് കളയാൻ മാത്രമേ സഹായിക്കൂ. ഇന്നത്തെ പ്രസ്താവനയിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായത്, ഈ അൻവറിനെ തള്ളിക്കളഞ്ഞ മുഖ്യമന്ത്രി ഇപ്പോഴും ശശിയോടൊപ്പമാണ്, അജിത് കുമാറിനോടൊപ്പമാണ്. പിന്നെ P. ശശിയെ എന്ത് കണ്ടിട്ടാണ് ഇത്രയും ആരോപണങ്ങൾ ഒരു ഭരണകക്ഷി MLA തന്നെ വ്യക്തമായിട്ട് എഴുതി കൊടുത്തിട്ട് പോലും അന്വേഷിക്കാൻ പോലും തയ്യാറല്ല എന്ന് പറയുമ്പോൾ, ഞാൻ മുമ്പ് നിങ്ങളോട് സൂചിപ്പിച്ച പോലെ ഞാൻ പറഞ്ഞല്ലോ, അജിത് കുമാറിനെ തൊടാൻ പോകുന്നില്ല, തൊട്ടാൽ പിണറായി കസാലയിരിക്കില്ല. അതാണ് അവർ തമ്മിലുള്ള ബന്ധം. നരേന്ദ്രമോദിയും പിണറായിയും തമ്മിലൊരു പാലമാണ് അജിത് കുമാർ എന്ന് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നു. ഏതായാലും പൂരം കലക്കൽ അതിൻ്റെ വസ്തുത പുറത്തു വന്നേ തീരൂ. ഇതിൽ ജുഡീഷ്യൽ എൻക്വയറി പ്രഖ്യാപിക്കുന്നത് വരെ ഇക്കാര്യത്തിൽ സന്ധിയില്ലാത്ത പോരാട്ടവുമായിട്ട് UDF മുന്നോട്ട് നീങ്ങും.